ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അല്പസമയത്തിനകം യാത്ര തിരിക്കും. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും 44 പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സൈന്യം. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ്. പ്രദേശത്ത് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ കർഫ്യൂ ഏർപ്പെടുത്തി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സെമിഫൈനലിൽ. ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 241 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അല്പസമയത്തിനകം യാത്ര തിരിക്കും. ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യം ഫിജിയിലെത്തുന്ന രാഷ്ട്രപതി തലസ്ഥാന നഗരിയായ സുവയിൽ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കും. ഫിജിയൻ പാർലമെന്റിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. തുടർന്ന് ന്യൂസിലാൻഡിലെത്തുന്ന രാഷ്ട്രപതി വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. വെല്ലിംഗ്ടണിൽ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ തിമോർ ലെസ്തെയിലെത്തുന്ന രാഷ്ട്രപതി തലസ്ഥാന നഗരമായ ഡിലിയിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തും. തിമോറിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി ദ്രൌപദി മുർമു സംവദിക്കും. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ഷിംല, മാണ്ഡി, കുളു ജില്ലകളിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സേന ശക്തമാക്കി. ദുരന്തത്തിൽ 44 പേരെയാണ് കാണാതായത്. സമേജിൽ 90ഓളം പേരെ കരസേനയുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് മാറ്റിയതായി സൈന്യം അറിയിച്ചു. സൈന്യത്തിനു പുറമെ ദേശീയ, സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. കരസേനയുടെ കൂടുതൽ സംഘങ്ങളെ വിന്യസിച്ചതായും അവശ്യവസ്തുക്കൾ സമാഹരിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ലാഹോൽ സ്പിതി ജില്ലയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ 2 പാലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. വയനാട് ദുരന്ത മേഖലയിലെ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ബന്ധുക്കളിൽ രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൌൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. അതേസമയം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. എല്ലാവരുടെയും പിന്തുണയോടെ സുരക്ഷിതമായ ടൌൺഷിപ്പ് രൂപത്തിലുള്ള പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ദുരന്തത്തിനിരയായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നുൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ഇന്നത്തെ തിരച്ചിലിൽ ഒരു മൃതദേഹമാണ് കണ്ടെത്തിയത്. ചാലിയാർ പുഴയുടെ തീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ 6 സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. നാളെ മുതൽ ചാലിയാറിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം മേപ്പാടി പുത്തുമലയിൽ സംസ്കരിക്കും. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്ത് സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. വയനാട്ടിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശം കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു. അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഉത്കണ്ഠയും ദുഃഖവും കർണാടക മുഖ്യമന്ത്രി അറിയിച്ചതായും ശ്രീ പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അർജുന്റെ വീടും മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. ചണ്ഡിഗഡിലെ മണിമാജ്രയിലെ ജലവിതരണ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സമയ ജലവിതരണ പദ്ധതിയുടെ പ്രയോജനം 1 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
160 കോടി രൂപയുടെ പദ്ധതിയിൽ ആദ്യഘട്ടം 75 കോടി രൂപയാണ് ചെലവഴിച്ചത്. ജലം പാഴാക്കുന്നത് പരമാവധി കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ശ്രീ ഷാ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭകാരികൾ സർക്കാർ വിരുദ്ധ സമരം ഊർജിതമാക്കി. അക്രമ സംഭവങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. അനുനയ ചർച്ചയ്ക്കുള്ള സർക്കാരിന്റെ ക്ഷണം നിരസിച്ച പ്രതിഷേധക്കാർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെടിയേറ്റു. സിലറ്റിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശിലെ അസിസ്റ്റന്റ് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ പ്രതിനിധിക്കാണ് ഇന്ത്യൻ വംശജരുടെ ക്ഷേമം, വിസ തുടങ്ങിയവയുടെ ചുമതല. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സെമി ഫൈനലിൽ പ്രവേശിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ബ്രിട്ടനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. വിശദാംശങ്ങളിലേക്ക്. ഹോക്കിയിൽ നിശ്ചിത സമയത്തിൽ ഓരോ ഗോളുകൾ വീതം നേടി ഇന്ത്യയും ബ്രിട്ടനും സമനിലയിലെത്തിയതോടെയാണ് കളി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പറും മലയാളിയുമായ PR ശ്രീജേഷിന്റെ മികച്ച പ്രകടനം ഇന്ത്യൻ സംഘത്തിന് കരുത്തേകി. അതേസമയം ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ പുറത്തായി. ഡെൻമാർക്ക് താരത്തോടാണ് പരാജയപ്പെട്ടത്. ലക്ഷ്യ സെൻ ഇനി വെങ്കല മെഡലിനായി പോരാടും. ബോക്സിംഗിന്റെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലൊവ്ലീനയും ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ജസ്വിൻ ഓൾഡ്രിൻ യോഗ്യതാ റൌണ്ടിൽ പുറത്തായി. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പാറുൽ ചൌധരിയും പുറത്തായത് ഇന്ത്യയ്ക്ക് നിരാശയേകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 241 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺ നേടി. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ഏകദിനം സമനിലയായിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ സത്താര ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഖഡക് വാസ്ല അണക്കെട്ടിൽ നിന്ന് അധിക ജലം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് ഏക്താ നഗർ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് കരസേനയെ വിന്യസിച്ചു. നാസിക്കിലും പൂനെയിലും ശക്തമായ മഴ തുടരുകയാണ്. കശ്മീരിലെ ഗന്ദേർബൽ ജില്ലയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ശ്രീനഗർ ലേ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞുവീണ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. നിരവധി വീടുകൾക്ക് കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ ക്ഷേത്രമതിൽ ഇടിഞ്ഞുവീണ് 9 കുട്ടികൾ മരിച്ചു. ഷാഖ്പൂരിലെ ഹർദൌൾ ബാബ ക്ഷേത്രത്തിലെ ചടങ്ങിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി മോഹൻ യാദവ് സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെയും വ്യോമയാന മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ മുതൽ വ്യോമയാന സുരക്ഷാ വാരാചരണം സംഘടിപ്പിക്കും. വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള യാത്രക്കാരുടെ അവബോധം വർദ്ധിപ്പിക്കുക, പൊതുജനങ്ങൾക്കിടയിൽ ജാഗ്രതയും ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുക എന്നിവയാണ് വാരാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യോമയാന സുരക്ഷ മികച്ച രീതിയിൽ പരിപാലിക്കാനും അതുവഴി സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും കൂട്ടായ ശ്രമങ്ങൾ നിർണായകമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി അല്പസമയത്തിനകം യാത്ര തിരിക്കും. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും 44 പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സൈന്യം. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ്. പ്രദേശത്ത് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ കർഫ്യൂ ഏർപ്പെടുത്തി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സെമി ഫൈനലിൽ. ഏകദിന ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 241 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.